എന്തിനാണ് കടം വാങ്ങിയെന്ന് എല്ലാവരും മുമ്പേ ചോദിക്കാനാണോ? എന്ത് ബിസിനസ്സാ ചെയ്തതെന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കണോ? എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ച് അവരെ ശിക്ഷിക്കണം എന്നാണോ? എന്താ പറയുന്നത് അബി? അവര് വെറും അന്യരല്ല, നിന്റെ ചേട്ടനോ അനിയനുമാ. അവരുടെ മേൽ നിനക്ക് അധികാരവും അവകാശവും ഉണ്ട്. ഇല്ലമ്മേ, എപ്പോഴാണോ ഞാൻ അമ്മ പ്രസവിച്ച മകനല്ലെന്ന് അറിഞ്ഞത് ആ നിമിഷം തന്നെ എന്റെ ഏട്ടന്റെ അഖിലിന്റെ ഇടയ്ക്ക് അറിയാതൊരു വിടവുണ്ടായി അമ്മേ. ഇത്രയും നാൾ ഇരുന്നത് പോലെ എനിക്ക് അവരോട് അധികം സ്വാതന്ത്ര്യം എടുക്കാൻ കഴിയുന്നില്ല അമ്മേ. അവരോട് ശരിയായിട്ട് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. എന്താ അബി, അവര് നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിനുള്ള ദേഷ്യം മാറിയില്ലേ? പറയാൻ പറ്റാത്ത വാക്കുകൾ പറഞ്ഞതുകൊണ്ടുള്ള വെറുപ്പാണോ? ദേഷ്യമോ ശത്രുതയോ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ലായിരുന്നു. ഏട്ടനോട് അഖിലിനോട് എനിക്കുള്ളത് അധികാരവും അവകാശവും മാത്രമല്ല അമ്മേ, സ്നേഹവും വാത്സല്യവുമാണ്. ചില സത്യങ്ങൾ മനുഷ്യഹൃദയത്തെ ഒരുപാട് വേദനിപ്പിക്കും. അതുകൊണ്ടാ അമ്മയും അച്ഛനും ഞാൻ നിങ്ങളെ വളർത്തുമകനാണെന്നുള്ള സത്യം മറച്ചു വെച്ചത്. എന്നാൽ ഏട്ടനും അഖിലിനും ആ സത്യത്തെ മനസ്സിലാക്കാൻ കഴിയാതെ പോയി. ഇത് കാരണം ഞങ്ങളുടെ മനസ്സിൽ അകൽച്ച കൂടി. ഇതുകൊണ്ടാണ് എനിക്ക് അവരോട് പഴയതുപോലെ സംസാരിക്കാൻ കഴിയാത്തത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവരെന്നെ മൂന്നാമതൊരാളെ കാണുമെന്ന് എന്റെ ഭയം അമ്മേ. ഇനി ഒരു പ്രാവശ്യം കൂടെ അവരുടെ വായിൽ നിന്ന് ആ വാക്ക് കേൾക്കുകയാണെങ്കിൽ എനിക്ക് താങ്ങാൻ കഴിയില്ല അമ്മേ. ഏട്ടനോടുള്ള എന്റെ ബഹുമാനം, അഖിലിനോടുള്ള എന്റെ സ്നേഹം കുറയാതിരിക്കണമെങ്കിൽ ഞാൻ അവരെ ഒന്നും പറയാൻ പാടില്ല. ഞങ്ങൾ എപ്പോഴും ഒന്നായി തന്നെ ഇരിക്കണം. അമ്മ അത് മനസ്സിലാക്കണം. ഒരമ്മയായ ഞാനും ആഗ്രഹിച്ചത് അതാണ് നബി. പക്ഷേ ആ കടം വാങ്ങിയ കാര്യത്തിൽ എന്താ ചെയ്യുക? അവരെ നീ കണ്ടില്ലെന്ന് നടിക്കുവോ? നാളെ റൗഡികൾ ഈ വീട്ടിൽ വന്ന് ഭാവനയും കാർത്തികയും ബലമായിട്ട് പിടിച്ചോണ്ട് പോയാ നീ അത് കണ്ട് രസിക്കുവോ? അങ്ങനൊരു അവസ്ഥ വരാൻ ഞാൻ സമ്മതിക്കില്ല അമ്മേ. പണം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവരങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. ആ കടം തിരിച്ചു കൊടുക്കാന്ന് പറയബി. ഉടനെ തിരിച്ചു കൊടുക്കാനായിട്ട് അത്രയും കാശ് നമ്മുടെ വീട്ടിലും ഇല്ല, ബാങ്കിലും ഇല്ല അമ്മേ. പണം മുഴുവൻ പ്രോപ്പർട്ടി ആയിട്ട് ഇരിക്കുക. കടം വീട്ടണമെങ്കിൽ ഉടനെ ഒരു പ്രോപ്പർട്ടി വിൽക്കണം. നിന്റെ ചേട്ടനും അനിയനും വേണ്ടി നിന്റെ സ്വത്ത് നീ വിൽക്കില്ലേ അബി? ഇന്ന് ഒരു ദിവസം കൊണ്ട് അത് വിൽക്കാൻ സാധിക്കില്ല അമ്മേ. അവർക്കുണ്ടായ ഈ ഗതി നിനക്ക് വന്നെങ്കിലോ? അപ്പോഴും നീ ഇങ്ങനെ തന്നെ സംസാരിക്കുവോ? എന്താണോ അമ്മയുടെ വായിൽ നിന്ന് ഞാൻ വരില്ലെന്ന് വിചാരിച്ചോ, അത് തന്നെ വന്നു അമ്മേ. ഒരിക്കലും ഞാൻ കേൾക്കാൻ പാടില്ലാത്ത വാക്ക് ഞാൻ കേൾക്കേണ്ടി വന്നു അമ്മേ. എനിക്ക് ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഞങ്ങൾ 3 പേര് ഒന്നാണെന്ന് അമ്മയോട് പറഞ്ഞു. ഞാനങ്ങനെ പറഞ്ഞിട്ട് പോലും അമ്മ എന്നെ ഒരു അന്യനായിട്ട് കണ്ടു. ഏട്ടന്റെ അനിയന്റെ മുമ്പിൽ എന്നെ അമ്മ വേർതിരിച്ച് കാണുവാണ്. എന്തിനാ അമ്മ അങ്ങനെ പറഞ്ഞത്? ഞാൻ അവരെ പ്രസവിച്ച അമ്മയാണ്. അമ്മ എന്നെ പ്രസവിച്ചില്ലെങ്കിലും ഞാൻ അമ്മയുടെ മകൻ തന്നെയാണ്. ആ അവകാശത്തിലാ ഞാൻ നിന്നോട് സംസാരിക്കുന്നേ. ഈ അമ്മയെ നീ മനസ്സിലാക്ക്. നിന്റെ അച്ഛനാണെങ്കിൽ ഇവിടെ ഇല്ല. ഭാസ്കറും അഖിലും ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോയി. അവരെന്തെങ്കിലും കടുകൈ ചെയ്യുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. ഭാവനയും കാർത്തികയും കൂടി വല്ലാതെ ഭയന്നിരിക്കുക. നാളെ എന്ത് സംഭവിക്കുമെന്നോർത്ത് പരിഭ്രമിച്ചിരിക്കുക അവര്. നിന്റെ ചേട്ടനെ അനിയനെയും നീ തന്നെ രക്ഷിക്കണം. നീയല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരുമില്ല ബി. ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല. എന്ത് ചെയ്യണമെന്ന് നീ തീരുമാനിക്ക്.
എന്താ ആക്ഷൻ ആയിരുന്നു ബോസ് നിങ്ങളുടേത്? വീട്ടുകാരെ വിറപ്പിച്ച് കളഞ്ഞില്ലേ? സൂപ്പർ ആക്ടിംഗ് ആ ബോസ്. നിങ്ങള് റിയൽ റൗഡിയെ പോലെയല്ലേ അഭിനയിച്ചത്? നിങ്ങളെന്താ അത്ര മോശമാണോ? നിങ്ങളുടെ അഭിനയവും ഗംഭീരമായിരുന്നു. ശരിക്കും എന്നോട് പണം വാങ്ങി പലിശ തരാൻ പറ്റാതെ വേദനിക്കും പോലെ സൂപ്പറായിട്ട് അഭിനയിച്ചു. ഞങ്ങളുടേത് ആക്ടിംഗ് ആണെന്ന് മനസ്സിലാവാതെ വീട്ടിലുള്ള എല്ലാവരും കിടുങ്ങിപ്പോയില്ലേ? പ്രത്യേകിച്ച് വീട്ടിലെ പെണ്ണുങ്ങളാ ഭയന്നുപോയത്. നാളെ തന്നെ മുതലും പലിശയും തിരികെ തന്നില്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ പിടിച്ചോണ്ട് പോകുന്നല്ലേ ബോസ് പറഞ്ഞത്? ആ ഡയലോഗ് കിടിലമായിരുന്നു ബോസ്. അതാ ആ സമയത്ത് വർക്കൗട്ട് ആയത്. നിങ്ങൾ പറഞ്ഞ സംഭാഷണമല്ലേ ഞാൻ പറഞ്ഞത്? നാളെ ഇനി ശരിക്കും തൂക്കിക്കൊണ്ട് പോകുന്നു വിചാരിച്ച് എന്റെ ഭാര്യ ഒരുപാട് ഭയന്നിരിക്കുക. കാർത്തികയും വല്ലാതെ പേടിച്ചു പോയേട്ടാ. അയ്യോ, സിസ്റ്റേഴ്സിന് എന്തിനാ ബുദ്ധിമുട്ടിച്ചത് ബോസ്? അവരോടെങ്കിലും സത്യം പറയാമായിരുന്നില്ലേ? കാശ് കയ്യിൽ വരുന്നവരെ ആരും സത്യം അറിയാൻ പാടില്ല ബോസ്. എന്റെ ഭാര്യ കുറച്ച് സോഫ്റ്റാ. സത്യം അറിഞ്ഞു കഴിഞ്ഞാ നേരെ പോയി എന്റെ അമ്മയോട് ചെന്ന് പറയും. എന്റെ അമ്മയാണെങ്കിലോ റിലാക്സ് ആവുകയും ചെയ്യും. അങ്ങനെ ചെയ്ത അമ്മ അഭിയേട്ടന് പ്രഷർ കൊടുക്കാനേ പോകുന്നില്ല. ഞങ്ങൾക്ക് പണവും കിട്ടില്ല. അതിരിക്കട്ടെ, ആ 50 ലക്ഷവും എന്ത് ചെയ്യാൻ പോവുകയാ ബോസ്? അതൊക്കെ പേരിന് 50 ലക്ഷം ആണെന്നേ ഉള്ളൂ. ഇത് ശരിക്കും സ്വത്ത് ഭാഗം വയ്ക്കാനുള്ളൊരു പ്ലാൻ ആയിരുന്നു. മനസ്സിലായില്ലല്ലോ ബോസ്. അഭിയേട്ടന്റെ കൈവശം ഇപ്പോ 50 ലക്ഷം ലിക്വിഡ് ക്യാഷ് ഒന്നും ഇല്ല. അത്രയും കാശ് വേണമെങ്കിൽ ഏതെങ്കിലും പ്രോപ്പർട്ടി വിറ്റാലേ നടക്കൂ. നൈറ്റോട് നൈറ്റ് ആരും പ്രോപ്പർട്ടി വാങ്ങില്ല. സോ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയുടെ പ്രമാണം ബോസിന് തരും. ആ സമയത്ത് സ്വത്ത് ഭാഗം വയ്ക്കുന്ന കാര്യം ഞങ്ങൾ അമ്മയെ കൊണ്ട് അഭിയോട് പറയിക്കാം. അവരവരുടെ വിഹിതം അവരവർക്ക് തന്നെ കിട്ടും. നല്ല ഐഡിയ ബോസ്. നിങ്ങളെപ്പോലെ ബുദ്ധിശാലികളായ സ്വത്ത് പങ്കിട്ടെടുക്കാൻ പോകുന്ന ജ്യേഷ്ഠാനുജന്മാരെ ഞാനിതുവരെ കണ്ടിട്ടേയില്ല. നാളെ രാവിലെ തന്നെ അഭിയേട്ടൻ ഞങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പേപ്പേഴ്സ് നിങ്ങളുടെ കൈ തന്നു കഴിഞ്ഞാ എസ്കേപ്പ് ആവരുത്. അയ്യോ, എന്താ ബോസ് ഇങ്ങനെ പറയുന്നത്? ആ പേപ്പേഴ്സ് കൊണ്ടുവന്ന് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ എന്റെ പേയ്മെന്റും വാങ്ങിപ്പോവും. ആ പേപ്പേഴ്സ് ഒന്നും ഞങ്ങൾക്ക് തരേണ്ട ഒരു കാര്യമില്ല. ആ പ്രോപ്പർട്ടി വിറ്റ് കാശ് ഞങ്ങളുടെ കയ്യിലെത്തിക്ക്. നിങ്ങൾക്ക് പറഞ്ഞതിന്റെ ഇരട്ടി കാശ് ഞങ്ങൾ തരും. നിങ്ങൾ എങ്ങനെ പറയുന്നു അതുപോലെ ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് മാത്രമാണ്. ഏട്ടാ വാ, നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം. നിക്കയിൽ അമ്മ നമ്മളെ വിളിക്കോ നോക്കട്ടെ. അതിനുശേഷം നമുക്ക് പോവാം. അല്ലാതെ പോയി കഴിഞ്ഞാ നമ്മുടെ പ്ലാൻ വീക്കാവും. അതും ശരിയാ. ആ ഇതിപ്പോ ആരാ? ഇന്നലെ ഭീം സിംഗ് വന്നു. ഇത് രാം സിംഗാ? എന്റെ മരുമക്കള് നിങ്ങളടുത്തൊന്നും കടം വാങ്ങിയോ? എത്രയാ വാങ്ങിയത്? ഞാൻ ഫിനാൻസുകാരനല്ല, പ്രോപ്പർട്ടീസ് ഡീൽ ചെയ്യുന്ന ബ്രോക്കർ. ആ അഭിരാം സർ വരാൻ പറഞ്ഞു. ഓഹോ, അപ്പൊ അബി ഏതോ സ്വത്ത് വിറ്റ് കടം വീട്ടാൻ പോവാണെന്ന് തോന്നുന്നു. അബി അബി ഏതോ ബ്രോക്കർ വന്ന് നിൽക്കുന്നു. ബ്രോക്കർ സാർ വന്ന് നിൽക്കുന്നു. ഒന്ന് പെട്ടെന്ന് വാ. നമസ്കാരം സർ. നമസ്കാരം. സാർ പറഞ്ഞ പ്രോപ്പർട്ടി വാങ്ങാനായിട്ട് ഒരു പാർട്ടി റെഡിയായിട്ടുണ്ട്. പേപ്പേഴ്സും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. സർ സൈൻ ചെയ്താൽ മതി. പക്ഷെ എനിക്ക് ഇന്ന് തന്നെ പണം വേണം. പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട് സർ. ഉച്ചയ്ക്ക് മുമ്പ് റെഡിയാക്കാമെന്നാ പറഞ്ഞത്. ആദ്യം ഈ പേപ്പേഴ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്യൂ സർ. ഇതാ സർ. എന്താ വസു, അബി എന്തെങ്കിലും വസ്തു വിൽക്കാൻ പോവാണോ? അതെ ചേച്ചി, കടങ്ങളൊക്കെ തീർക്കണ്ടേ. എന്താടാ ഇത്? പ്രോപ്പർട്ടി പേപ്പേഴ്സ് ഒക്കെ തരുമെന്ന് വിചാരിച്ചപ്പോ വിൽപ്പന അവൻ തന്നെ നടത്തുവാണല്ലോ. വേറെ 25 ലക്ഷം രൂപ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാനാടാ? അതെ ഏട്ടാ, നമുക്ക് വേണ്ടത് സ്വത്തിന്റെ പങ്കായിരുന്നില്ലേ? വാ, അമ്മയോട് പോയി പറയാം. ശരി. അമ്മേ, അമ്മേ, എന്താ ഭാസ്കർ? അബി പ്രോപ്പർട്ടി വിൽക്കാൻ പോവേണമ്മേ. അപ്പോ അബി ഈ അമ്മയുടെ വാക്കുകൾ അനുസരിച്ചു അല്ലേ? നിങ്ങളുടെ കടവൻ തീർക്കാൻ പോവല്ലേ? കടം തീർക്കാൻ പോകുന്നൊക്കെ ശരിയാ. എന്നാ ഞങ്ങളുടെ പ്രശ്നം അവിടെ കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല അമ്മേ.
വേറെന്ത് പ്രശ്നം നിങ്ങൾക്കുള്ളത്? വേറെയും കടം വാങ്ങിയിട്ടുണ്ടോ? വാങ്ങേണ്ട ആവശ്യം വരുമോ അമ്മേ? വരുമാനമൊന്നുമില്ലാതപ്പോ കടം വാങ്ങിയാലേ പറ്റുള്ളൂ. നീ എന്താ പറയുന്നത് ഭാസ്കർ? അച്ഛൻ ഞങ്ങൾ ജോലിക്ക് പോകുന്ന കാര്യം വളരെ ഈസി ആയിട്ടാ പറയുന്നത്. പെട്ടെന്ന് ജോലിക്ക് പോകാൻ പറഞ്ഞാൽ ആരാ അമ്മേ ജോലി ആയിരുന്നേ? എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്ന് വെച്ചാൽ അതിന് പണം വേണ്ടേ അമ്മേ? അതിനുള്ള കാശൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അതുകൊണ്ട് അത് അഭിയേട്ടന്റെ സ്വത്തില് ഞങ്ങൾക്കും കൂടി പങ്കു തരികയാണെങ്കിൽ. ഞങ്ങളുടെ പങ്ക് ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ജീവിതത്തിൽ മുന്നേറാമായിരുന്നു. അതല്ലെങ്കിൽ ഇങ്ങനെ കണ്ടവരോടെല്ലാം കടം വാങ്ങേണ്ട അവസ്ഥയമ്മേ. ഞങ്ങളുടെ പങ്ക് ഭാഗിച്ചു തരാൻ അഭിയേട്ടനോടൊന്ന് പറയാമേ. അബിയോട് ഞാൻ എങ്ങനെയാടാ ചോദിക്കുക? അമ്മ തന്നെ ചോദിക്കണോ അമ്മേ? അമ്മ ചോദിച്ചാൽ മാത്രമേ അഭി സമ്മതിക്കുകയുള്ളൂ. കടം തീർക്കണമെന്ന് ഞാൻ അവനോട് പറഞ്ഞു. അവന്റെ സ്വത്തിന്റെ പങ്ക് കൂടി തരാൻ ഞാനെങ്ങനെ പറയും? അതുമാത്രമല്ല, ഇതൊന്നും നമ്മുടെ കുടുംബ സ്വത്തല്ലല്ലോ, അബിയുടെ മാത്രം സ്വത്താ. ഇത്രയും നാൾ അഭി മാത്രമല്ലല്ലോ അമ്മേ കഷ്ടപ്പെട്ടത്. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളതല്ലേ. അഭിയേട്ടൻ ഓണറിനെ പോലെ ജോലി ചെയ്യുമ്പോൾ ഞങ്ങൾ വർക്കേഴ്സിനെ പോലെ അമ്മേ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. സംസ്കൃതി ഈവൻസ് ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാര് ഞങ്ങളും കൂടി അല്ലേ അമ്മേ? അങ്ങനെയല്ല അഖിൽ. പക്ഷേ നിങ്ങളുടെ അച്ഛൻ ഇവിടെ ഇല്ലാതെ എനിക്ക് എങ്ങനെ ചോദിക്കാൻ കഴിയും? അച്ഛനുണ്ടായിരുന്നെങ്കിൽ ചോദിക്കത്തില്ലായിരുന്നു. അമ്മയെ ചോദിക്കാൻ അനുവദിക്കുകയില്ല. ഇതാ ശരിയായ സമയം അമ്മേ. അമ്മേ പ്ലീസ് അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ഈ ഒരു ഹെൽപ്പ് ചെയ്യണം. ഞങ്ങൾ ജീവിതത്തിൽ മുന്നേറും അമ്മേ. അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്ലീസ്. പ്ലീസ് അമ്മേ. ശരി മോനെ. വസുന്ധര, ആ വളരെ താങ്ക്സ് അബി. എന്തിനാ അമ്മേ? നിന്റെ സ്വത്ത് വിറ്റ് എന്റെ മക്കളുടെ കടം തീർത്തു തരുന്നതിന്. ഇതാണ് അമ്മ എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ഞങ്ങൾ 3 പേരും അമ്മയുടെ മക്കളാണ്. ദയവ് ചെയ്ത് എന്നെ വേർതിരിച്ച് കാണരുത്. ഇപ്പൊ നീ ഒരു സ്ഥലത്താ ഉള്ളത്, ഭാസ്കറും അഖിലും വേറൊരു സ്ഥലത്ത്. അങ്ങനെയൊന്നുമില്ല അമ്മേ. ഞങ്ങൾ 3 പേരും ഒന്ന് തന്നെ. അതൊന്നുമില്ല അബി. നിനക്കുള്ള ബുദ്ധിസാമർഥ്യം ഇവർക്കൊട്ടുമില്ല. ഭാസ്കർ ഒരു പാവം, അഖിൽ അനുഭവം ഇല്ലാത്തവൻ. ഇപ്പൊ തന്നെ അവർക്ക് സ്വത്തും സൗകര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. നിന്റെ അച്ഛനാണെങ്കിൽ അവരോട് ജോലിക്ക് പോകാനും പറഞ്ഞു. എന്ത് ജോലി അവർ ചെയ്യും? എന്തോ എടുത്തി പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. അമ്മ അഭിയേട്ടനോട് സ്വത്ത് ഭാഗം വെക്കാൻ പറയുകയാണോ? നിന്റെ ചേട്ടനെ അനിയനെയും നീ തന്നെ സംരക്ഷിക്കണം. അതമ്മ പ്രത്യേകിച്ച് പറയണോ? ഞങ്ങളെല്ലാം ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. അമ്മേ പറയമ്മേ. ചോദിക്കമ്മേ. അത് ഞാൻ എന്താ പറയാൻ വരുന്നെന്ന് വെച്ചാ. പറയമ്മേ. അമ്മയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ? അത് പിന്നെ സാരയില്ല, പറഞ്ഞോളൂ അമ്മേ.
എന്തു പറ്റി അമ്മേ? ഒന്നുമില്ല അബി, ഒന്നുമില്ല. സർ, സമയായി, നമുക്കിറങ്ങാം. ആ, ഞാൻ രജിസ്റ്റർ ഓഫീസിലേക്ക് പോയിട്ട് വരാമേ. വരൂ. അങ്ങനെയുള്ളൊരു ജാക്ക്പോട്ട് ബിസിനസ്സാ നിങ്ങളുടെ അനിയനും ചേട്ടനും ചെയ്യണമെന്ന് തീരുമാനിച്ചത്. അതിനുവേണ്ടി എന്നോട് പണവും കടം വാങ്ങിച്ചു. എനിക്കെന്തോ ഡൗട്ട് തോന്നുന്നു വസു. ഭാസ്കരേട്ടനും അഖിലും കടം വാങ്ങിയില്ലെന്നാണോ? നിനക്കും ആ ഡൗട്ട് തോന്നിയോ വസു? നേരത്തെ ആ ഡൗട്ട് എനിക്ക് തോന്നി. ഭാസ്കരേട്ടന്റെയും അഖിലിന്റെയും പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് ആ ഡൗട്ട് തോന്നി ചേച്ചി. അതെ വസു, അത്രയും തുക അവർ കടം വാങ്ങില്ല. 5 ലക്ഷം രൂപ പോലും മറിക്കാൻ പറ്റാത്ത അഖിലിനെ വിശ്വസിച്ച് ആരെങ്കിലും 50 ലക്ഷം രൂപ കൊടുക്കോ? ഇവരെന്തിനു വേണ്ടിയാണ് ഈ നാടകം കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്വത്തിന്റെ ഭാഗം വാങ്ങാനാ ചേച്ചി. ഇപ്പൊ തന്നെ അമ്മ ഏട്ടനോട് എന്തോ പറയാൻ വന്നിട്ട് പറയാൻ പറ്റാത്ത അവസ്ഥയിലായി. അതെന്താണെന്നറിയാമോ ചേച്ചി? ഭാസ്കരേട്ടനും അഖിലിനും സ്വത്തിന്റെ ഭാഗം പങ്കുവെക്കാനായി അമ്മ ചോദിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ മറ്റെന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അമ്മ അത് ചോദിച്ചില്ല. കറക്റ്റാ വസു. അമ്മയുടെ മനസ്സിലുള്ള ആ കുറ്റബോധം ഞാനും ശ്രദ്ധിച്ചിരുന്നു. എന്റെ അറിവില് ഭാസ്കരേട്ടനും അഖിലും ചേർന്ന് അമ്മയെ ഒരുപാട് നിർബന്ധിച്ചിട്ടുണ്ടാവും. അവരുടെ വാക്ക് നിഷേധിക്കാൻ പറ്റാതെ അമ്മ ഏട്ടനോട് സ്വത്ത് ഭാഗം വയ്ക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയെങ്കിലും അത് നടന്നില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞ നീ എന്തുകൊണ്ട് ഈ കാര്യം അഭിയോട് പറഞ്ഞില്ല വസു? എങ്ങനെ ചേച്ചി അത് പറയാൻ കഴിയാ? അവരൊന്നും അന്യരല്ലല്ലോ. എന്റെ സ്വന്തം ചേട്ടനും അനിയനും ആയിപ്പോയില്ലേ. അവരെ കുറിച്ച് മോശമായിട്ട് ഞാൻ എങ്ങനെയാ ഏട്ടനോട് സംസാരിക്കുക? അവരുടെ ലക്ഷ്യം തെറ്റായതുകൊണ്ട് അത് പറഞ്ഞേ പറ്റൂ വസു. ഏട്ടന് ഭാസ്കരേട്ടനോടും അഖിലിനോടും ഒരുപാട് സ്നേഹവും വിശ്വാസവും ഉണ്ട് ചേച്ചി. അതെനിക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. ഞാൻ ഇല്ലാതാക്കിക്കോളാം. അഭിയോട് നീ പറഞ്ഞില്ലെങ്കിൽ ഞാനത് പറഞ്ഞോളാം. വേണ്ട ചേച്ചി, ഭാസ്കരേട്ടൻ അത് വിഷമാവും. അതുകൊണ്ട് ഞാൻ വിഷമിച്ചോണ്ടിരിക്കാനാണോ പറയുന്നത്? ഞങ്ങൾക്ക് കല്യാണം ആയത് മുതൽ എനിക്ക് അദ്ദേഹത്തിൽ ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന്റെ നിഷ്കളങ്കതയാണ്. ഓരോ കാര്യങ്ങൾക്കും എന്നെ ആശ്രയിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അഭിയോട് ഏട്ടൻ കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇന്നാണ് അതെല്ലാം കള്ളമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. അദ്ദേഹം സത്യസന്ധനല്ലായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു വസു. സ്വാർത്ഥതയുള്ളവനായി നിഷ്കളങ്കതയുടെ മറവിൽ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുക. അതെനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല വസു. അദ്ദേഹം ഇങ്ങനെയൊക്കെ മാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്റെ ഭർത്താവിനെ വീണ്ടും ഒരു നല്ല മനുഷ്യനാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അത് തെറ്റാണോ വസു? ഏട്ടനോട് സത്യങ്ങളൊക്കെ പറഞ്ഞോ ഭാസ്കരേട്ടന്റെ സ്വഭാവത്തിന് മാറ്റം വരൂ ചേച്ചി. അഭി അദ്ദേഹത്തെ മാറ്റും. അഭിക്ക് അത് സാധിക്കുള്ളൂ.